ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഞാനാണ് ഇവിടെ വന്നേക്കണേ. ഗസ്റ്റ് ഒന്നല്ല, അത് ഗസ്റ്റ് ആയിട്ടൊന്നല്ല, കാരണം ഇതൊന്ന് അടക്കി പറക്കി വെക്കാനായിട്ട് ഒരാളെ വേണം. അതുകൊണ്ട് ഞാൻ ചേച്ചീനെ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ എന്താന്നുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ എല്ലാവർക്കും ആയിരിക്കും, അവൾക്ക് 9 മാസമായി. അപ്പൊ ഇനി നെക്സ്റ്റ് മന്ത് അവളുടെ ഡേറ്റ് എടുക്കാറായി. അപ്പൊ ഡെലിവറിക്ക് പോണേ മുന്നേ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തൊക്കെയായിരിക്കും ഒരു ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അത് നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ വെക്കുന്നുള്ളതും ഷെയർ ചെയ്യാം. അപ്പൊ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിക്കുള്ള സാധനങ്ങൾ നമ്മൾ ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഫസ്റ്റ് വെക്കണത് എന്താണ്, ഒരു ടർക്കിയാണ് കേട്ടോ. നമ്മൾ ആകെ ഉണ്ണിക്ക് ഒരു ഇത് മേടിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു വൈറ്റ് ടർക്കി മാത്രമേ നമ്മൾ ഒരെണ്ണം മേടിച്ചിട്ടുള്ളൂ. അത് അവിടുന്ന് തരുമോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. കാരണം മിക്ക ഹോസ്പിറ്റലിലും അവിടുന്ന് ഒരു കൊച്ചിനുള്ള ആദ്യത്തെ ഒരു കിറ്റ് പോലെ കൊച്ചിനായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ നമ്മള് പാടില്ല, നമ്മൾ കരുതിയിരിക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ടർക്കിയാണ്, അതായത് കൊച്ചിന് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ടർക്കി നമ്മൾ ഇനിയിപ്പോ എങ്ങാനും ഹോസ്പിറ്റലുകാർ ചോദിക്കില്ല. കാരണം ആ സമയത്ത് നമ്മളെല്ലാ ഫാർമസിന്ന് ഇതുപോലെ നമ്മുടെ ടർക്കിയും കാര്യങ്ങളും, അതുപോലെ തന്നെ കുഞ്ഞു ഉടുപ്പ്, അതുപോലെ തന്നെ വൈപ്സ്, അതുപോലെ തന്നെ പാമ്പർ, ഇതൊക്കെ നമുക്ക് അവര് തന്നെ തരാണ് ചെയ്യാറ്. പക്ഷെ എങ്കിലും ടർക്കി മാത്രമാണ് നമ്മൾ ഇതിൽ വെക്കുന്നത്. വാവയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല. കെട്ടുടുപ്പോ അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ. കാരണം എനിക്കിത് എല്ലാവരും പറയുന്ന പോലെ പണ്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞു ആയിട്ട് മേടിക്കുന്നതാണ്, അതിന് മുന്നേ മേടിച്ചു വെക്കരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മ ആയിക്കോട്ടെ, ചേച്ചിയുടെ ഡെലിവറിയുടെ ടൈമിലായാലും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഡെലിവറിയുടെ ടൈമിലായാലും നമ്മൾ മേടിക്കണില്ല. പ്ലെയിൻ ആയിട്ടുള്ള ടർക്കിയാണ് കേട്ടോ. നമ്മള് ഒരു ക്യാപ്പ് പോലെ ഉണ്ട് ഇതില്, അതുപോലത്തെ ഒരു ടർക്കിയാണ് കേട്ടോ. അതിന് സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചത് തൃശ്ശൂര് ഭാവന ടെക്സ്റ്റൈൽസ് എന്നാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, തൃശ്ശൂർക്കാർക്കൊക്കെ ഭാവനയിൽ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ടർക്കി ഫസ്റ്റ് വയ്ക്കാം. കുട്ടിക്കുള്ളത് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ടർക്കി. ഇനി എനിക്ക് ആവശ്യമുള്ള സംഭവങ്ങളാണ്, എനിക്ക് എന്തൊക്കെയാണ് ആവശ്യം അതാണ് നമ്മൾ എടുക്കണമെന്നുള്ളൂ. ക്ലോത്ത് ആണ്, ചിലപ്പോൾ ആ സമയത്ത് ക്ലോത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ക്ലോത്ത് നമ്മൾ പടിയിൽ വെക്കണാണ്. ഒരു കോട്ടന്റെ ആണ് കേട്ടത്. ഇത് ശരിക്കും കോട്ടന്റെ തുണിയാണ്. ഇത് സാരിയാണ്, അമ്മാമ്മയുടെ സാരിയാണ്, വേറെ ഒന്നല്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലീഡിങ് അതിന്റെ ടൈമിൽ അതല്ലേ, അങ്ങനെ നമുക്ക് ചോദിക്കും തുണി എടുത്തിട്ടുണ്ടോ, ഡബിൾ മുണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ചിലപ്പോൾ നമുക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളും, ചിലപ്പോഴല്ല ബ്ലീഡിങ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു നമ്മുടെ ഒരു സാരിയാണ് കേട്ടോ. കോട്ടന്റെ ഒരു സാരിയാണ് നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ബെഡ്ഷീറ്റ് നമ്മളൊരു 2 ബെഡ്ഷീറ്റും പിന്നെ ഒരു പുതപ്പുമാണ് എടുക്കണത് കേട്ടോ. ഇപ്പൊ ആ ഒരു ടൈം ഒക്ടോബറിൽ, എനിക്ക് ഒക്ടോബർ ലാസ്റ്റിലേക്കാണ് ഡേറ്റ്. അപ്പം ഇനി ആ സമയത്ത് മഴ പെയ്യോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നവംബറൊക്കെ ആകുമ്പോ മഴയുടെ ടൈമാണ്. പക്ഷെ ഒക്ടോബർ ലാസ്റ്റിലേക്ക് മഴയാവോ ഇല്ലയോ എന്ന് അറിയില്ല. നമ്മളിപ്പോ തൽക്കാലം ഒരു പുതപ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ബെഡ്ഷീറ്റും പുതപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ആവശ്യമുള്ളത് നൈറ്റിയാണ് കേട്ടോ. മറ്റേ നൈറ്റി നമ്മൾ പുതിയ 2 ഓപ്പൺ നൈറ്റിയും പിന്നെ നമ്മൾ സാധാരണ നോർമൽ നൈറ്റിയും 2 വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടിപ്പാവാട സ്കേർട്ടാണ് വെക്കുന്നത്. അതൊരു 3 വെച്ചിട്ടുണ്ട്. കാരണം അവിടെ ഉണ്ട്, ആവശ്യം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് നമുക്ക് പാന്റ് ഇടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അതിന് ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പാവാട വെക്കുന്നുണ്ട്. ഇത് 3 ആവശ്യമൊന്നും വരില്ല, എന്നാലും നമ്മൾ വെക്കണു. ആ ഒരു ടൈമിൽ പിന്നെ ഓർഡർ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആവശ്യം ഉള്ള സമയത്ത് നമ്മൾ വെക്കുന്നു കേട്ടോ. പിന്നെ നമ്മള് ഇത് ടവല്, നമ്മള് ബാത്തും ബാത്ത് ടവലാണ് കേട്ടോ. ടവലാണ് ഇത് പാർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ്. അതൊരു ബാത്ത് ടവൽ വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഇതുപോലെ തന്നെ ഒരു മുണ്ടും നമ്മൾ വെക്കുന്നുണ്ട്. ആ സമയത്ത് മുണ്ട് ചോദിക്കുമ്പോൾ എടുക്കാനായിട്ട്, മുണ്ടൊക്കെ ഫസ്റ്റിൽ വെക്കാൻ വെച്ചിട്ടിരിക്കണേ. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു ചെറിയൊരു ഇതും കൂടി വെച്ചിട്ടുണ്ട്, ടർക്കിയും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫീഡിങ്ങിന്റെ ഒരു ഉടുപ്പാണ് 2 ഉണ്ട്. മറ്റേ സിബ് ടൈപ്പില്ലേ, സിബ് ടൈപ്പ് നമ്മൾ ഫീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ട് 2 ഉടുപ്പ്. ഇപ്പൊ ഒന്നുമില്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞ്
ഫീഡിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഇടാനായിട്ടുള്ള 2 ഉടുപ്പ്. ഫീഡിങ് കുട്ടി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇടോ ഇല്ലെന്ന് തന്നെ അറിയില്ല, കാരണം ആ സമയത്ത് ചിലപ്പോൾ നൈറ്റ് വിട്ടിരിക്കുക. അപ്പൊ ജസ്റ്റ് നമ്മള് വെക്കുക, നമുക്ക് ആവശ്യം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഓടി നമുക്ക് വീട്ടിലേക്ക് എത്തില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാം. അപ്പൊ 2 ഉടുപ്പ് വെച്ചിട്ടുണ്ട്, പാന്റും പിന്നെ ഞാനൊരു നല്ലൊരു ടോപ്പും വെക്കും. കാരണം നമുക്ക് തിരിച്ചു വരണ സമയത്ത് ഒരു നല്ലൊരു ടോപ്പ് അത് ഞാൻ എടുത്തിട്ടില്ല. ആ ടോപ്പ് എടുത്ത് വെച്ചിട്ടില്ല. അത് ഏത് ഇടണം എന്ന് ആലോചിച്ച് വേണം ഞങ്ങൾക്ക് അത് ഇതിൽ വെക്കാനായിട്ട്. അതെ. അപ്പൊ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങോട്ട് പോണത് നമ്മൾ നോക്കില്ല, തിരിച്ച് നമ്മൾ അടിപൊളിയായിട്ട് വരണം. ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ, തിരിച്ചു വരുമ്പോ ഒരു വൃത്തിക്കും നനയ്ക്കും വരണല്ലോ. അതുപോലെ തന്നെ 2 തോർത്ത് ടവൽ തന്നെ നോർമൽ യൂസ് ചെയ്യാനുള്ള ടവലും കൂടി വെക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടാവുക അവർക്ക് ഉപയോഗിക്കാനും. അതൊന്ന് വൈറ്റ്, കറക്റ്റ് ഫുൾ വൈറ്റ്. അപ്പൊ നമ്മള് 2 തോർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ മറ്റേ ഡ്രസ്സ് ആയിട്ടുള്ള സംഭവങ്ങള് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രസ് സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ കുറച്ച്. അപ്പൊ ഇത് ഞങ്ങൾ അടച്ചു വെക്കാനായിട്ട് ഇനി അടുത്ത ഒരു സെക്ഷൻ. ഓക്കെ, നമുക്ക് താഴോട്ട് വെക്കാം. അതിൽ ഞാൻ ഇതിനെയാണ് ചേച്ചിനെ വിളിച്ചത്, അത് വെക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്പൊ ഈ ഒരു ബാഗിൽ നമ്മൾ വെക്കണത് വെച്ച് കഴിഞ്ഞാല് ഈ പേസ്റ്റ്, സോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല. നമുക്ക് കിണ്ണം, ഗ്ലാസ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഡ്രസ്സ് അല്ലാത്ത ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഒരു ബാഗിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കുളിക്കണ സോപ്പ് നമ്മുടെ പിയേഴ്സ് ആണ് കേട്ടോ. അത് വരണം, കുളിക്കണ സോപ്പ്. പിന്നെ ഒരു വാഷ് ചെയ്യണത്, വാഷിങ്ങിന്റെ സോപ്പ് ഡോക്ടർ വാഷ് ആണ് എടുത്തേക്കണേ. ആരുടെയും ചാനല് നമുക്ക് പറഞ്ഞു തരും, അങ്ങനെയൊന്നും വേണ്ട. പിന്നെ നമ്മള് സോപ്പും പൊടി നമ്മളത് വിട്ട് കളിയില്ല. അതെ. പിന്നെ വിം, അത് നമുക്ക് ലിക്വിഡ് മോറാനായിട്ടുള്ള വിമ്മിന്റെ ലിക്വിഡ് ആണ് കേട്ടത്. പിന്നെ ഡെറ്റോള്, തുണിയോള്, കൊച്ചിന്റെ തുണിയോളൊക്കെ മാത്രല്ല എല്ലാവരും ഹോസ്പിറ്റലിലല്ല നമുക്ക്. പിന്നെ പല്ല് തേക്കാനൊരു ബ്രഷ് എനിക്ക് കേട്ടോ. ഓക്കെ, ബ്രഷ്, പിന്നെ പേസ്റ്റ്, പിന്നെ ഇത് നമ്മുടെ സ്ക്രബ്ബറാണ്, പാത്രമൊക്കെ മോറാനായിട്ട് സ്ക്രബ്ബർ വെച്ചിട്ടുണ്ട്. പിന്നെ 2 സോപ്പും പൊടി വെച്ചിട്ടുണ്ട് നമുക്ക് കുളിക്കാനും അലക്കണ സോപ്പും വെക്കാനായിട്ട്. കാരണം അത് രണ്ടും പുറത്ത് എടുക്കണ്ട വെച്ചിട്ട് നമ്മൾ 2 സോപ്പും പെട്ടി മേടിച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ജോഡി ചെരുപ്പ് എനിക്ക് വെച്ചിട്ടുണ്ട്. ക്ലിപ്പുകള്, വാഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ വെക്കും. ചെരുപ്പ് ഈ സൈഡിലാണ് വെക്കുന്നത്. പിന്നെ അപ്പൊ ഇതില് ഈ എത്ര ഐറ്റംസ് ഉള്ളൂ? പിന്നെ എനിക്ക് മറ്റേ മേക്കപ്പ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. മേക്കപ്പ് ആ സമയത്ത് മേക്കപ്പ് ചെയ്യാനും നമുക്ക് സമയം മേക്കപ്പ് മീൻസ് ആ സമയത്ത് എന്നല്ല, നമുക്ക് തിരിച്ചു വരണ സമയത്ത്. ആ സമയത്ത് നമ്മൾ മേക്കപ്പിന്റെ കാര്യങ്ങളൊന്നും നോക്കില്ല. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങളൊന്നുമില്ല. എനിക്ക് മസ്റ്റ് ആയിട്ട് വേണ്ടത് ലിപ്സ്റ്റിക് ആണ്. കഴിഞ്ഞാൽ കവർ ആവശ്യമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു കവറും കൂടി വെക്കുന്നുണ്ട്. ഇനി ഇതില് നമ്മള് വെക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ, ഫ്ലാസ്ക്, പിന്നെ തൂക്കുപാത്രം, അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വെക്കാനുള്ളത് കേട്ടോ. അത് ഞാൻ ഇതൊന്നും വെച്ചിട്ടില്ല. നമുക്ക് ഇനിയും ടൈം ഉണ്ട്, കാരണം നമുക്ക് ഇനി ഒരു 1 മന്തും കൂടി ഉണ്ടായിരിക്കണം. നമുക്ക് അറിയില്ല 1 മന്ത് ഉണ്ടോ. 1 മന്ത് ആണ് അവളെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. 1 മന്തും കൂടി ഉണ്ട്. നമുക്ക് ഇന്നിപ്പോ 27 ആയില്ലേ, അപ്പൊ 26-ാം തീയതിയാണ് അന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ എപ്പോഴാണ് മീൻസ് ഫസ്റ്റ് 5-ാം മാസത്തെ സ്കാനിങ് പറഞ്ഞിട്ടുള്ളത് 26 ആണ്. ഒക്ടോബർ 26-നാണ് എന്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ എനിക്ക് സ്കാനിങ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് എന്താണ് പറയണേ, എപ്പോഴാണ് ഡേറ്റ് എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ഇനി ഇതിൽ വെക്കാനുള്ള ഒരു സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഈ പ്ലേറ്റ്, അതുപോലെ തന്നെ ഗ്ലാസ്, സ്പൂണ്, അങ്ങനത്തെ അമ്മയുടെ ഒന്നും ഇതിൽ വെച്ചിട്ടില്ല. അമ്മയുടെ നൈറ്റി, അമ്മയുടെ ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെക്കും കേട്ടോ. അതൊക്കെ ഇതിൽ ബാഗിൽ വരും. പിന്നെ വേണ്ടത് നമ്മള് ബക്കറ്റ്, കപ്പ്, അങ്ങനത്തെ സമയത്ത് നമ്മള് എടുത്തോളൂ. പിന്നെ ശരിക്കും ഒരു പായ വേണം, കാരണം നമുക്ക് 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂമിൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ എക്സ്ട്രാ നമ്മൾ ഒരു കരുതി വെക്കുക, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ മാത്രമല്ലല്ലോ നിൽക്കുക, റിലേറ്റീവ്സും വരുമല്ലോ. അങ്ങനെ അപ്പൊ ഈ സാധനങ്ങളാണ് നമ്മള് എന്റെ ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ വെച്ചിട്ടുള്ളത്.
ഇനിയിപ്പോ ഇതില് വല്ലത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ചേച്ചിയോട് ചോദിച്ചതും അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിയുടെ അടുത്ത് ചോദിച്ചു പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇതില് നമ്മൾ ഇനിയൊരു സാനിറ്ററി പാഡും കൂടി വരും കേട്ടോ. അത് മേടിച്ചിട്ടില്ല. അതും കൂടി അത് മറന്നു, സത്യം പറയാൻ മേടിക്കാനായിട്ട് മറന്നു നമ്മള്. പിന്നെ ഇനി എന്തെങ്കിലും ഇതിൽ മറന്നുണ്ടെങ്കിൽ നിങ്ങള് കണ്ടിട്ട് അഭിപ്രായം പറയാ. ജസ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങളത് ശ്രദ്ധിച്ചെടുത്ത് വെച്ചോളാം. പക്ഷെ അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു എന്റെ 9ാം മാസത്തെ വീഡിയോ അതുപോലെ തന്നെ ഇതിന് മുന്നേ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടേല് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, ഹോസ്പിറ്റൽ ബാഗ് വീഡിയോ ചെയ്യോ, പാക്കിങ്ങിന്റെ വീഡിയോ ചെയ്യോന്ന് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. പിന്നെ ഇപ്പൊ ചെയ്യാൻ കാരണം ചേച്ചി കുറച്ച് 2 ദിവസം കഴിഞ്ഞാൽ പോവുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ഇതിനൊന്നും അങ്ങോട്ട് ഒന്ന് സെറ്റ് ആക്കി വെക്കാനായിട്ട് ഒരാളുണ്ടാവില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് ദിവസങ്ങൾ പോലോ, ആ സമയത്ത് നമുക്ക് പെടയുണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ വേഗം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.